T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ആവേശകരമായ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് 7 റൺസിന്റെ വിജയമാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 253 റൺസ് എന്നൊരു കിടിലൻ സ്കോറാണ് ഇന്ത്യ നേടിയെടുത്തതെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ലെവലിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ പ്രകടനം എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇംഗ്ലണ്ട് ടീം ഇന്ന് പൊരുതി തോറ്റു എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ജാക്കോബിന്റെ ഇന്നിംഗ്സ് ആണ് നമ്മുടെ ഇന്ത്യയെ പോലും ഇന്ത്യയുടെ കാണികളെ പോലും ഞെട്ടിച്ചത്. എന്തായാലും സഞ്ജു സാംസണാണ് നമ്മുടെ കേരളത്തിന്റെ സഞ്ജു സാംസണാണ് ഇന്നത്തെ മത്സരത്തിലും ഇന്ത്യയുടെ വിജയശില്പിയായിട്ട് മാറിയിരിക്കുന്നത്. തുടർച്ചയായുള്ള 2 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയെടുത്തിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ 97 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന സഞ്ജു സാംസൺ ഇന്നേ ദിവസം 89 റൺസാണ് ഇംഗ്ലണ്ടിനെതിരെ അടിച്ചു കൂട്ടിയത്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മാത്രമല്ല, അവസാന ഓവറിലെ സഞ്ജു സാംസന്റെ ഒരു കീപ്പിംഗ് ഉൾപ്പെടെയുള്ള റണ്ണൌട്ട് എല്ലാം തന്നെ വളരെയധികം നിർണായകമായി ഇന്നത്തെ മത്സരത്തിൽ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അങ്ങനെ ഈ T20 വേൾഡ് കപ്പിൽ ഒരു മുഴുനീള ബാറ്ററായിട്ട് പോലും അല്ല സഞ്ജു സാംസൺ എത്തിയിരിക്കുന്നത്. ഒരു കാമിയ റോളിൽ എത്തിയിട്ടും T20 വേൾഡ് കപ്പിൽ തുടർച്ചയായുള്ള 2 നിർണായക മത്സരത്തിലാണ് ഇന്ത്യക്ക് സഞ്ജു സാംസൺ വിജയം നേടിക്കൊടുത്തിരിക്കുന്നത്. തുടർച്ചയുള്ള 2 കിടിലൻ ഇന്നിംഗ്സോടെ സഞ്ജു സാംസൺ വലിയ ജനപ്രീതി നേടിയെടുക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 8 തീയതി ഞായറാഴ്ചയാണ് ഇന്ത്യയുടെ ലോകകപ്പിലെ ഫൈനൽ മത്സരം. ന്യൂസിലാൻഡിനെതിരെ ഒരു കിടിലൻ ഇന്നിംഗ്സ് കൂടി സഞ്ജുവിനെ കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞാൽ, ഒപ്പം ആ കാത്തിരുന്ന സെഞ്ചുറി കൂടി നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയുടെ വരാനിരിക്കുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ സ്ഥിര സാന്നിധ്യമായിട്ട് സഞ്ജു മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ന്യൂസിലൻഡിനെയാണല്ലോ ഇന്ത്യ നേരിടാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്നത്തെ മത്സരത്തിൽ അവസാന ഓവറുകളിലെ ബൗളിംഗ് നിരയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് വിജയത്തിന് ഒരു കാരണം കൂടിയായിട്ട് മാറിയത്. അത് ബൗളിംഗ് പ്രകടനം ഇന്ത്യക്ക് അടുത്ത മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ. സഞ്ജുവിന് ഇനിയും തിളങ്ങാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.